ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക ജീവിതം നന്നായി തീരാൻ വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്താനുമുള്ള ഈമാനും തഖ്വയും അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാം എന്ന മതത്തിന്റെ പ്രത്യേകത നിയമങ്ങളും നിർദ്ദേശങ്ങളും ധാരാളമുള്ള ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലും നമുക്ക് അതിനൊക്കെ നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അത് ആരാധനകളിൽ മാത്രമല്ല, നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ചില നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ചില സന്ദർഭങ്ങളിൽ നാം കാത്ത് സംരക്ഷിക്കുന്നതും ശ്രദ്ധിക്കുന്നതുമൊക്കെ ഒരുപക്ഷെ മറ്റുള്ളവരുടെ ഇടയിൽ പോലും ചില കുറച്ചിലുകൾക്ക്, ചില പോരായ്മകൾക്കൊക്കെ കാരണമായി തീരുമോ എന്നുപോലും നമുക്ക് ആശങ്കയുണ്ടാകുന്ന തരത്തിലുള്ള അനുഭവങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും അത് നാം ചെയ്യുന്നതും ചില കാര്യങ്ങളൊക്കെ നാം ചെയ്യാതിരിക്കുന്നതും നമ്മുടെ ഇഷ്ടമോ നമ്മുടെ താല്പര്യമോ പരിഗണിച്ചുകൊണ്ടല്ല. ആ കാര്യങ്ങളിലൊക്കെ ഈ കാര്യം ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്, ഇന്ന കാര്യം ഞാൻ ചെയ്യാതിരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ ചോയ്സ് അല്ല, നമ്മുടെ ഇഷ്ടവും അനിഷ്ടവുമല്ല. ഞാൻ ഈ കാര്യം ചെയ്താൽ അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്, അതല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമല്ല, അതുകൊണ്ട് എനിക്കത് ചെയ്യാം. എന്നാൽ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അതെന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് ഇഷ്ടമുള്ളതാണോ, അള്ളാഹുവിന് ഇതിൽ വല്ല തൃപ്തികേടുമുണ്ടാകുമോ എന്ന കാര്യം വിശ്വാസികൾ എന്ന നിലക്ക് നാം ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പുതിയ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, പുതിയ കാലത്തിന്റെ ഒരു ട്രെൻഡ് എന്നത് എല്ലാ കാര്യത്തിനും പുതിയ തലമുറ ഉത്തരം പറയാറുള്ളത് എല്ലാം ഓരോരുത്തരുടെയും ചോയ്സ് അല്ലേ എന്നതാണ്. ആ ഉത്തരം പറയുമ്പോഴേ ഒരു പുരോഗമന സമൂഹമായി മാറുകയുള്ളൂ എന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമുദായത്തിലേക്ക് കൂടി കടന്നു വരുന്നു എന്നത് ഏറെ അപകടകരമാണ്. ഇപ്പൊ വിശ്വാസത്തെക്കുറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഏകദൈവ വിശ്വാസം എന്നത് വളരെ കൃത്യവും വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിങ്കലേക്ക് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക, ഇതൊക്കെ നമ്മുടെ കണിശമായ വിശ്വാസങ്ങളിൽപ്പെട്ട ഒന്നാണ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ പുതിയ തലമുറയോട് വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുമ്പോ പലപ്പോഴും അവർ ഉത്തരം പറയാറുള്ളത്, സോഷ്യൽ മീഡിയകളിലൊക്കെ നിരന്തരമായി നാം കേൾക്കാറുള്ളത്, അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് അല്ലേ, അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. അത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ, ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. എന്നാൽ അതേ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട ഒന്നാണ് ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാതിരിക്കാം, ഇന്നത് ചെയ്യുന്നത് എന്റെ റബ്ബിന് ഇഷ്ടമുള്ളതാണ്, ഇന്നത് ചെയ്യാതിരിക്കുന്നതാണ് എന്റെ റബ്ബിന്റെ താല്പര്യം, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എന്റെ റബ്ബിന്റെ കോപം എനിക്കുണ്ടാകും എന്നത് ശ്രദ്ധിച്ചുകൊണ്ടാണ് വിശ്വാസികൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. വിവാഹത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം?
വിവാഹം എന്നതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് അല്ലേ? അത് പുതിയ കാലത്തെ ഒരു ട്രെൻഡിങ് ഉത്തരമാണ്. അല്ല, വിവാഹം എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഒന്നാണ്. അതാണ് നമ്മുടെ ഉത്തരം. നമ്മളിങ്ങനെ പറഞ്ഞടക്കണമെന്നില്ല, പക്ഷെ നമ്മുടെ തത്വം അതാണ്. ഇപ്പൊ ചാനലിൽ ഇങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വന്ന് വിവാഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ ഒരു ഉത്തരം പറയാം. വിവാഹം എന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. വൈവാഹിക ജീവിതത്തിലൂടെ മാത്രമേ ആത്യന്തികമായി ഒരു കുടുംബത്തിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുകയുള്ളൂ എന്ന ഉത്തരമൊക്കെ വളരെ കൃത്യമാണ്. അത് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു ഉത്തരമാണ്. പക്ഷെ ഒരു പൊതുസമൂഹത്തിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പുരോഗമനമല്ലാത്ത ഒരു ഉത്തരമായി പുതിയ തലമുറ അവിടെ വിലയിരുത്തുകയാണ്. അപ്പൊ ആ ഉത്തരം അത് ഓരോരുത്തരുടെയും ചോയ്സ് അല്ലേ എന്നതല്ല, മറിച്ചോ അത് വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് എന്നതാണ് നമ്മുടെ ഉത്തരം. വിവാഹത്തിന് ശേഷം ഒരു വിവാഹേതര ബന്ധം ഒരാൾ വെച്ചു പുലർത്തുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് വളരെ സുഖമുള്ള ഉത്തരം. 2 ഓപ്ഷൻ പഠിച്ചാൽ മതി ഇതിന്. അപ്പൊ ഉത്തരം അല്ല, അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് അല്ലേ? ഇത് വലിയൊരു പോയിന്റ് ഒന്നുമല്ല, കാരണം ഇത് എല്ലാ ചോദ്യങ്ങൾക്കും പറയാൻ പറ്റിയ ഉത്തരമാണ്. ഓരോരുത്തരുടെയും ചോയ്സ് അല്ലേ? ഇതിന് വിദ്യാഭ്യാസം വേണ്ട, ഈ ഉത്തരം പറയാൻ പഠനം വേണ്ട, ഈ ഉത്തരം പറയാൻ പുസ്തകങ്ങൾ പഠിക്കണ്ട, ഈ ഉത്തരം പറയാൻ നാഗരികതകളെ കുറിച്ച് ഗവേഷണം നടത്തണ്ട. ഇതെന്ത് ചോദിച്ചാലും ഉത്തരം പറഞ്ഞാൽ മതി. വളരെ രസകരമായ ചില ഉത്തരങ്ങളൊക്കെ നമുക്കിവിടെ പറയാൻ പറ്റൂല. അങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. വസ്ത്രം ധരിക്കാതെ ഒരാൾ നടക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അപ്പൊ ഒരു കുട്ടി പറയുന്ന ഉത്തരം അത് ശരിയൊന്നുമല്ല, അത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഒരു മോശക്കാരിയൊക്കെ ഒന്നും ചിത്രീകരിക്കരുതിട്ടോ. പേടിയാണ് നമ്മുടെ മക്കൾക്ക് ഉത്തരം പറയാൻ. എന്നാൽ ഇസ്ലാം എന്ന മതത്തിന്റെ പ്രത്യേകത, അതിന് നിയമങ്ങളുണ്ട്, അതിന് നിർദ്ദേശങ്ങളുണ്ട്. അത് നമ്മുടെ ചോയ്സ് അല്ലേ എന്നത് നമ്മുടെ ഉത്തരമല്ല, അത് മൂല്യങ്ങളെ തകർക്കുന്ന ഉത്തരമാണ്. അങ്ങനെയല്ലോ ലൈഫ് എന്നത് പരമാവധി എൻജോയ് ചെയ്യണം എന്നാണ്. പരമാവധി എൻജോയ് ചെയ്യാ, കാരണം പരമാവധി എൻജോയ് ചെയ്യാനുള്ളതൊക്കെ ഇസ്ലാം തന്നെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു തത്വമാക്കി കൊണ്ടുവന്ന് പരമാവധി എൻജോയ് ചെയ്യണമെങ്കിൽ എന്തു വേണം? മദ്യപിക്കുന്ന സദസ്സിൽ പോയാൽ മദ്യപിക്കണം, വ്യഭിചാരികളുടെ കൂടെ പോയാൽ വ്യഭിചരിക്കണം, വൃത്തികേടുകൾ പറയുന്ന സ്ഥലത്ത് പോയാൽ വൃത്തികേടുകൾ പറയണം. അപ്പൊ അതൊന്നും ഒരാൾ മാറി വന്നാലോ? അയാൾ പരമാവധി എൻജോയ് ചെയ്യുന്നില്ല. അപ്പൊ അവനോട് പറയണം, എടാ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ പരമാവധി എൻജോയ് ചെയ്യാനാണ്. അപ്പൊ എന്താ? മദ്യപിക്കുന്നവരുടെ കൂടെ കൂടുമ്പോ മദ്യപിക്കുക, കുറച്ച് കാലമുള്ളല്ലോ ഇവിടെ, പരമാവധി എൻജോയ് ചെയ്യുക. വ്യഭിചരിക്കുന്ന സ്ഥലത്തെത്തിയാൽ വ്യഭിചരിക്കുക, അനാവശ്യങ്ങൾ പറയുന്നിടത്തെത്തിയാൽ അനാവശ്യങ്ങൾ പറയുക അല്ല. അപ്പൊ അവിടെയെല്ലാം മതത്തിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് എന്നത് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ മക്കൾക്ക് നമ്മൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനാണ് ഖുദ്സിയായ ഹദീസുകൾ എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നത് വഇസ്സതി, എന്റെ പ്രതാപത്തിൽപ്പെട്ടതാണ്. അള്ളാഹു പറയുന്നത് എന്റെ പ്രതാപത്തിൽപ്പെട്ടതാണ്. ലാ അജ്മഉ അലാ അബ്ദി ഖൗഫൈനി വ അംനൈനി, ഒരിക്കലും എന്റെ അടിമകളുടെ മനസ്സിൽ അല്ലെങ്കിൽ എന്റെ അടിമകൾക്ക് നിർഭയത്വത്തിന്റെ 2 ലോകവും അതല്ലെങ്കിൽ ഭയത്തിന്റെ 2 ലോകവും ഞാൻ അവർക്ക് നൽകിയിട്ടില്ല. ഇവിടെയും നിർഭയത്വം, അവിടെയും നിർഭയത്വം. ഇവിടെ ആരും പേടിക്കണ്ട, പരലോകത്തും ആരും പേടിക്കണ്ട, എന്തും ചെയ്യാം, അങ്ങനെ ഒന്നും ഞാൻ നൽകിയിട്ടില്ല. ഇവിടെയും ഭയന്ന് ജീവിക്കുക ചില കാര്യങ്ങളെ, അവിടെയും ഭയന്ന് ജീവിക്കുക പരലോകത്തും ചില കാര്യങ്ങളെ, അതും ഞാൻ നൽകിയിട്ടില്ല. ഇദാ ഖാഫനി ഫി ദുനിയ, ചില കാര്യങ്ങളിലൊക്കെ ദുനിയാവിൽ എന്നെ എന്റെ അടിമകൾ ഭയന്നാൽ അമൻതുഹു യൗമൽ ഖിയാമ, അവർക്ക് ഞാൻ പരലോകത്ത് നിർഭയത്വം നൽകും. ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഭയക്കണം, ഇവിടെ ചില കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം, ഇവിടെ ചില കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മത വേണം. ഇവിടെ അങ്ങോട്ട് എൻജോയ് ചെയ്യാ, പക്ഷെ എല്ലാം എൻജോയ് ചെയ്യാനുള്ളതല്ല. വഇദാ അമിനനി ഫി ദുനിയ, ദുനിയാവിൽ ഏതൊരു കാര്യം ചെയ്യുന്നതിനും ഒരു മടിയുമില്ലാതെ, ഒരു നിയമങ്ങളും പാലിക്കാതെ, ഒരു ശ്രദ്ധയുമില്ലാതെ, അതിൽ മതത്തിന്റെ നിർദ്ദേശങ്ങൾ എന്ത് എന്ന് പരിഗണിക്കുന്നില്ല എന്ന് പോലുമല്ല, പരിഗണിക്കുന്നവരെ പുച്ഛിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അഖഫ്തുഹു ഫിൽ ആഖിറ, നാളെ പരലോകത്ത് അവരെ നാം ഭയപ്പെടുത്തും എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ നമുക്ക് നിയമങ്ങളുണ്ട്,
നമുക്ക് നിർദ്ദേശങ്ങളുണ്ട്. ആ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ഈ ലോകത്ത് നാം ശ്രദ്ധിക്കണം, പരിഗണിക്കണം എന്നതാണ് മതം പറയുന്നത്. അങ്ങനെ പരിഗണിക്കുന്നവർക്ക് നാളെ പരലോകത്ത് സ്വർഗമുള്ളൂ. ചെറിയ ശ്രദ്ധ ജീവിതത്തിൽ നമുക്കുണ്ടാകണം എന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കൂ, നമുക്ക് വളരെ സുഖകരമായതാണ് നമ്മുടെ ശ്രദ്ധ എന്നത്. അപ്പൊ നമ്മൾ ഈ ലോകത്ത് ഇസ്ലാമികമായ മൂല്യങ്ങൾ ശ്രദ്ധിക്കുക എന്നത് ഇവിടെ തന്നെ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മള് നാളെ ഒരു ഫംഗ്ഷനാണ്. അപ്പൊ നമ്മുടെ ഭാര്യക്ക് വസ്ത്രം വേണം. സ്വാഭാവികമായി നമ്മൾ ഇടക്കരക്കാരായതുകൊണ്ട് ഇടക്കരയിലുള്ള ടെക്സ്റ്റൈൽസിലേക്ക് ആയിരിക്കും വരിക, അല്ലെങ്കിൽ എവിടെ പോയാലും. അപ്പൊ നമ്മൾ ടെക്സ്റ്റൈൽസിൽ പോയി. അപ്പൊ അവിടെ നമ്മൾ നിയമങ്ങൾ ഉള്ളവരാണ്. അവിടെ പല ടൈപ്പ് വസ്ത്രങ്ങൾ ഉണ്ടാകും. അത് ഓരോരുത്തരും എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്ന് ഓരോ കമ്പനിയും തീരുമാനിക്കുന്നത് പോലെ ഡിസൈൻ ചെയ്യും. പക്ഷെ നമുക്ക് അവിടെ നിയമമുണ്ട്. എന്താ നമ്മുടെ നിയമം? നമ്മുടെ മൂത്താപ്പാന്റെ മകളുടെ നിയമമല്ല. നമ്മുടെ നിയമം നമ്മുടെ കുടുംബക്കാരെങ്ങനെ ചെയ്യുന്നു എന്നതല്ല നിയമം. നമ്മുടെ ഭാര്യയ്ക്ക് ഒരു വസ്ത്രം വേണം. അപ്പൊ നമ്മുടെ ഭാര്യയ്ക്ക് നിയമമുണ്ട്, നമുക്ക് നിയമമുണ്ട്. അപ്പൊ വസ്ത്രം ഓരോന്നും ഇങ്ങനെ എടുത്തിട്ടു. സ്വാഭാവികമായി എടുത്തിട്ട് നമ്മൾ കൊണ്ടുവരില്ലല്ലോ. നമ്മൾ അതിന്റെ സൗന്ദര്യം നോക്കും, അതിന്റെ ശീല നോക്കും, അതിന്റെ വില നോക്കും. ആ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ നിയമം നോക്കണം. അതെന്താണ് നമ്മുടെ നിയമം? നമ്മുടെ ഭാര്യമാർ ധരിക്കുന്ന വസ്ത്രം അത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം അവർ പ്രദർശിപ്പിക്കാൻ പാടില്ല. നമ്മൾ എഴുതിണ്ടാക്കിയൊരു നിയമമല്ല, അത് അള്ളാഹുവിന്റെ നിയമമാണ്. അത് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞ ഒരു നിയമമാണ്. യാ അയ്യുഹൻ നബിയു, ഹേ പ്രവാചകരെ, ഖുൽ ലി അസ്വാജിക, നിന്റെ ഭാര്യമാരോട് നീ പറയുക, വ ബനാതിക, നിന്റെ പെൺകുട്ടികളോട് നീ പറയുക, വ നിസാഇൽ മുഅ്മിനീന, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് നീ പറയുക. ഇതിലേതിലാ നമ്മൾ പെടുക? നമ്മുടെ ഭാര്യമാർ ഇതിൽ ഏതാ പെടുക? ഈ ഒരു വകുപ്പിൽ പെടുവോ? നമ്മൾ ആലോചിക്കുക. നിന്റെ ഭാര്യമാരോട് പറയുക, നമ്മുടെ ഭാര്യമാരല്ല പ്രവാചകന്റെ ഭാര്യ. നിന്റെ പെൺമക്കളോട് പറയുക, പ്രവാചകന്റെ പെൺകുട്ടികളല്ല. വനിസാഇൽ മുഅ്മിനീന, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് നാം പറയുക. അപ്പൊ നമ്മുടെ ഭാര്യമാരെ ഗണത്തിലാകണമെങ്കിൽ ഈ നിയമം പാലിക്കണം. അല്ലെ പിന്നെ അതിന്റെ അർത്ഥം എന്താ? നമുക്കുള്ളതല്ല. അങ്ങനെ എത്ര ആളുകളോട് ജീവിക്കുന്നുണ്ട്, അവർക്ക് ജീവിക്കല്ലോ. ഈ രാജ്യത്ത് ഏത് വസ്ത്രം ഇടാനും വസ്ത്രം ധരിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. എന്താ പറയേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, അവർ അവരുടെ തലയിൽ ധരിച്ച ആ തട്ടം അവരുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. അപ്പൊ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം മറക്കണം എന്നതാണ് നിയമം. അത് നമ്മുടെ ഒരു നിയമമാണ്. അത് പാലിച്ചാൽ എന്താ പ്രശ്നം? നമ്മൾ മോശക്കാരാവും, നമ്മൾ കുടുംബത്തിനിടയിൽ മോശക്കാരാവും, നമ്മുടെ 6-ാം നൂറ്റാണ്ടുകാരെന്ന് വിളിക്കോ? ഇനി അതല്ല സൗന്ദര്യം ഇല്ലാത്തവരായി തീരോ? ഇല്ലല്ലോ. സൗന്ദര്യമാണെന്ന് ഇസ്ലാം പറയുന്നത്. ആ വസ്ത്രമാണ് സൗന്ദര്യം. അല്ലാത്തതിന് സൗന്ദര്യം എന്ന് പറയില്ല. അല്ലാത്തത് ശാരീരിക പ്രദർശനമാണ്. അപ്പൊ അവിടെ നിയമമുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇങ്ങനെ ഓരോന്നിലുമില്ലേ? നമ്മുടെ ആൺകുട്ടികൾ, നമുക്ക് പെൺമക്കളുണ്ട്, നമുക്ക് അവർക്ക് സ്വർണം ധരിപ്പിക്കാം. പക്ഷെ നമ്മുടെ ആൺകുട്ടികൾക്ക് ഒരു നിയമമുണ്ട്. നമ്മുടെ അടുത്ത് കുറെ പണമുണ്ട്, എന്തൊക്കെ ചെയ്യാം. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എത്ര റുപ്യന്റെ വസ്ത്രം വാങ്ങിക്കൊടുക്കും? ഒരു 5000 റുപ്യന്റെ വാങ്ങിക്കൊടുത്തു എന്ന് വിചാരിക്കുക. ബാക്കി എന്താ ചെയ്യാ? നമ്മുടെ പെൺകുട്ടിയെ എങ്ങനെ എടുത്താൽ തന്നെ ഒരു 1 ലക്ഷം റുപ്യന്റെ മുതൽ ശരീരത്തിൽ ഉണ്ടാവും. ഓക്കെ, അത് ഇസ്ലാം അനുവദിച്ചതാണ്. അപ്പൊ നമുക്ക് നിയമമുണ്ട്. പട്ടും സ്വർണവും സ്ത്രീക്ക്, ആണിനത് ഹറാമാണ്. നമ്മുടെ കുട്ടിക്ക് 6 മാസം 40 ദിവസം വലിയ ഖൈറല്ലേ? നമ്മൾ ആലോചിക്കണ്ടേ? നമ്മുടെ കണ്ണ് നനഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷൻ, ഒരു സ്ത്രീ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോ എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവും? ഒരു പെൺകുട്ടിക്ക് എത്ര സ്വപ്നം ഉണ്ടാവും? ഒരു ആൺകുട്ടിക്ക് ഒരു സ്വപ്നം ഉണ്ടാവും. പക്ഷെ ഒരു കുഞ്ഞ് പിറക്കുന്നതോടുകൂടെ എല്ലാ സ്വപ്നങ്ങളും മരണം വരെ ആ കുഞ്ഞിനു വേണ്ടി മാത്രം ജീവിതം ത്യാഗം ചെയ്യുന്ന എത്ര സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നറിയും. കുട്ടികൾ എങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. 10ഉം 12ഉം വയസ്സായ കുട്ടികളെ കാലിങ്ങനെ ആടുന്നുണ്ടാവും. എന്താ? ഭിന്നശേഷി മക്കളാണ്. ആ സ്ത്രീ പിന്നെ എല്ലാ സ്വപ്നങ്ങളും ഒഴിവാക്കണം. പല കല്യാണത്തിനും ആ കുട്ടി ആ സ്ത്രീക്ക് പോകാൻ കഴിയൂല.
പല വീട് കൂടലിനും പങ്കെടുക്കാൻ കഴിയില്ല. ആ കുഞ്ഞിൽ നിന്ന് മാറി ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല. നമുക്കൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ മക്കളെ നൽകിയോ എങ്കിൽ അതൊരു പരീക്ഷണമാണ്. ആ കുട്ടിനെ മാത്രം നോക്കിയാൽ മതിയാവും ആ ഉമ്മക്ക് സ്വർഗം കിട്ടാനും. നമുക്കൊന്നും അങ്ങനെ നല്ല മക്കളെ തന്നില്ലേ. മക്കളെ തരുമ്പോ നമ്മൾ കുറച്ച് നമുക്ക് പറ്റിയ നിയമങ്ങളൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ ശീലിപ്പിക്കണ്ടേ. 14-15 വയസ്സായി ദീൻ ഉണ്ടാകുക എന്നത് ട്രെൻഡാകുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കണേ. കേരളത്തിൽ ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ നോക്കണ്ട. നമ്മുടെ കുട്ടികളൊക്കെ ഇവിടുന്ന് ഒരു പക്ഷെ പോകും. UK-യും പിന്നെ അമേരിക്കയും ആസ്ട്രേലിയയും ഇവിടെയൊക്കെ പോകും. അവിടെയൊക്കെ ദീൻ ട്രെൻഡാണ്. മതമുണ്ടാകുക, ദീനുണ്ടാകുക, മതജീവിതം നയിക്കുക എന്നത് ട്രെൻഡാണ്. അതാണ് ട്രെൻഡ്. വൃത്തികേടുകളിൽ ജീവിക്കുന്നതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ മതപരമായ ജീവിതം ഞാൻ നയിക്കുന്നു എന്നത് അത്ഭുതകരമായി, അനുഗ്രഹമുള്ളതായി, പുരോഗമനമായി ആളുകൾ പരിചയപ്പെടുന്ന ഒരു കാലത്ത് കുട്ടികൾ 18-ാം വയസ്സിൽ ചോദിക്കും, നിങ്ങൾ ഇന്നെങ്ങനെ വാപ്പ വളർത്തിയതൊക്കെ വാങ്ങി തന്നീനോ, ഇത് പറ്റൂലല്ലോ, പിന്നെ എന്തിനെന്നത് ധരിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോ അപ്പൊ നമ്മൾ എന്തിനാണ് വെറുതെ വഷളാകുന്നത്? അപ്പൊ നമ്മുടെ നിയമങ്ങൾ പാലിക്കണം. അതിൽ നമുക്ക് അഭിമാനം ഉണ്ടാകണം. ഞാനതാ പറഞ്ഞത്, നമ്മൾ ഹറാമും ബഹുദൈവ വിശ്വാസവും ഒക്കെ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് എങ്ങനെയൊക്കെ സമ്പത്തുണ്ടാക്കാൻ ഈ ലോകത്ത് മനുഷ്യന്മാർക്ക് സാധിക്കും. പക്ഷെ ഒരു വിശ്വാസിയുടെ മുന്നിലേക്ക് ഒരു കസ്റ്റമർ വരുമ്പോ അയാളൊരു ദുർബലനാണ്, എങ്ങനെയും പറ്റിക്കാമെന്നല്ല വിചാരിക്കേണ്ടത്. നമുക്കൊരു പോളിസി എല്ലാ മനുഷ്യരുടെ മുന്നിലുമുണ്ടോ, ആ പോളിസിക്കാണ് അയാളും വിധേയനാകേണ്ടത്. അപ്പൊ നമ്മൾ എല്ലാ കാര്യത്തിലും നിയമങ്ങളില്ലാതെ ജീവിക്കുക എന്നത് വിശ്വാസിക്ക് ഭൂഷണമല്ല എന്നതാണ് മതം പറയുന്നത്. അപ്പൊ നമുക്ക് നിയമങ്ങളുണ്ട്. ഇപ്പൊ വെള്ളിയാഴ്ച നമ്മൾ ഇത്ര ആളുകളോട് വന്നിരിക്കാനുള്ള കാരണം എന്താ? ഏതെങ്കിലും ഒരാള് ഒരു 25 മിനിറ്റ് അരമണിക്കൂർ സംസാരിക്കുമ്പോ ഒന്നും തിരിച്ചു പറയാതെ നമ്മൾ ഇരിക്കുവോ? ഇല്ലല്ലോ. നമ്മൾ അതിലേറെ പറയുന്ന ആളുകളാണല്ലോ. പക്ഷെ നമ്മളിത് കേൾക്കുന്നത് ദീൻ ആണ് എന്നതുകൊണ്ടാണ്. നമ്മൾ നിയമം പാലിക്കാൻ, ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നു. പല ആളുകളൊക്കെ കുറ്റപ്പെടുത്തല്ല, പലപ്പോഴും ഒരു മുസ്ലിം സൊസൈറ്റിയിലാണ് ഞാൻ, ഇസ്ലാമിന്റെ ക്വാളിറ്റിയും മൂല്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഒരു വെള്ളിയാഴ്ചയല്ലാത്ത ദിവസങ്ങളിലൊന്ന് പള്ളിയിലേക്ക് പോകുക, ജമാഅത്തിന് പങ്കെടുക്കുക, അല്ലെങ്കിൽ 5 വക്ത് നമസ്കരിക്കുക എന്നതൊന്നും ചിട്ടപ്പെടുത്താത്ത ഒരവസ്ഥയിൽ ജീവിതം ഇപ്പോഴും നമ്മൾ കഴിച്ചുകൂട്ടുന്നുവെങ്കിൽ നമ്മൾ പേടിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എവിടെ വെച്ചും എപ്പോഴും നമ്മുടെ ജീവിതം അവസാനിക്കും. അപ്പൊ നമുക്ക് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളെ സഹാബിമാർ നെഞ്ചേറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സഹാബി വന്നു. പ്രവാചകന്റെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ജലസ ബൈന യദൈഹി, പ്രവാചകന്റെ മുന്നിൽ വന്നിരുന്നു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നലി മംലൂക്കൈനി, എനിക്ക് 2 അടിമകളുണ്ട്. ഇസ്ലാം അടിമ സമ്പ്രദായത്തെ ഇല്ലാതാക്കിയ മതമാണ്. ഓരോ അവകാശങ്ങൾ ഘട്ടം ഘട്ടമായി, ഒരു തെറ്റ് ചെയ്താൽ പ്രായശ്ചിത്തമായി അടിമമോചനമാണ് ഇസ്ലാമിലെ പല നിയമങ്ങളിലും. അപ്പൊ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്ന ഒരു കാലത്ത് അദ്ദേഹം പറയാ, എനിക്ക് 2 അടിമകളുണ്ട്. അവര് യക്ദിബൂനനി, എന്നോടവർ കളവ് പറയും. വയഹൂനൂനനി, എനിക്ക് ചെയ്തു തരേണ്ട ജോലിയിൽ അവർ എന്നെ വഞ്ചിക്കും. വയഅസൂനനി, അവർ എന്നെ ധിക്കരിക്കും. ഞാനെന്ത് ചെയ്യുമ്പോ അദ്രിബുഹും വഅശ്തുമുഹും, ചില സമയങ്ങളിലൊക്കെ ഞാൻ അവരെ അടിക്കും, ചില സമയങ്ങളിലൊക്കെ അവരെ ഞാൻ ചീത്ത വിളിക്കും. സഹാബിയുടെ ഒരു ആശങ്ക എന്താണെന്നോ, പ്രവാചകരെ, ഞാൻ ഈ ചെയ്യുന്നതിന് നിയമമാണ് കേട്ടോ, നിയമമാണ് ശ്രദ്ധിക്കുന്നത്, ഞാൻ ഈ ചെയ്യുന്നതിന് നാളെ പരലോകത്ത് എനിക്ക് ശിക്ഷയുണ്ടാകുമോ എന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞേ, നിന്നെ അവർ വഞ്ചിക്കുന്നത്, നിന്നോടവർ കളവ് പറയുന്നത്, നിന്നെ അവർ ധിക്കരിക്കുന്നതിന്റെ തോത് എത്രയാണോ ആ തോതിനപ്പുറമുള്ള ഒരു ശകാരമാണ് നിന്നിൽ നിന്ന് വരുന്നതെങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹു ഒരു ചോദിക്കുന്നത്. അളവുണ്ടല്ലോ, എത്രയാണ് ഇങ്ങോട്ട് വഞ്ചിച്ചതിന്റെയും ധിക്കരിച്ചതിന്റെയും കളവ് പറയുന്നതിന്റെയും തോത്, അതിനപ്പുറത്താണ് നിന്റെ ശകാരമെങ്കിൽ അതിന് കണക്ക് പറയേണ്ടി വരുന്നത്. അപ്പൊ ഈ സ്വഹാബി കരഞ്ഞു. അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കരഞ്ഞിട്ട് കാര്യമല്ല,
അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു അംബിയയിലെ 46-ാമത്തെ ആയത്ത് ഓതി കൊടുത്തു. വനലഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, നാളെ പരലോകത്ത് നീതിയുടെ തുലാസുകൾ അല്ലാഹു സ്ഥാപിക്കും. ഫലാ തുളമു നഫ്സുൻ ഷൈഅ, ഒരാളും അനീതിക്ക് വിധേയമാവുകയില്ല. അനീതി ഒരാളോടും അല്ലാഹു കാണിക്കുകയില്ല. അത് നിങ്ങളോടും കാണിക്കുകയില്ല, അവരോടും കാണിക്കുകയില്ല. വഇൻ കാന മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുകുമണിയോളമുള്ള നന്മയാകട്ടെ തിന്മയാകട്ടെ, അത്തൈനാ ബിഹാ, അതിനെ അല്ലാഹു കൊണ്ടുവരും. വകഫാ ബിനാ ഹാസിബീൻ, കണക്കു നോക്കാൻ അല്ലാഹു മതിയില്ലയോ? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, അവരെ രണ്ടുപേരെയും ഞാൻ സ്വതന്ത്രരാക്കി. അവരെ രണ്ടുപേരെയും ഞാൻ സ്വതന്ത്രരാക്കി. കാരണം എനിക്ക് അതിന്റെ തോത് വെച്ചുകൊണ്ട് ജീവിതം നയിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നാണ്. അതാണ് നിയമങ്ങൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ നിയമങ്ങൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിൽ അണികൾ ശരിയാക്കണം. യുദ്ധത്തിനു വേണ്ടി നിൽക്കുന്ന സമയത്ത് അണികൾ ഇങ്ങനെ ശരിയാക്കുമ്പോഴാണ് പ്രവാചകൻ ഇങ്ങനെ വടികൊണ്ട് ഇങ്ങനെ ശരിയാക്കുമ്പോ സവാദ് റളിയല്ലാഹു അൻഹു അണിയിൽ നിന്ന് കുറച്ചിങ്ങനെ മുന്നോട്ട് നിന്നിട്ടുണ്ട്. പ്രവാചകൻ ആ വയറിന്റെ ഭാഗത്ത് ആ വടി വെച്ച് കുറച്ച് ബാക്കിലേക്ക് ഇങ്ങനെ മാറ്റി നിർത്തി. അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ എന്നെ ആ വടി കൊണ്ട് കുറച്ച് പിന്നോട്ട് മാറ്റിയില്ലേ? അപ്പൊ എനിക്ക് വേദനിച്ചിട്ടുണ്ട്, എനിക്ക് പ്രതികാരം ചെയ്യണം, എനിക്ക് പ്രതികാരം ചെയ്യണം. നിങ്ങൾ ആലോചിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രതികാരം ചെയ്യാൻ ഇങ്ങനെ വയറിങ്ങനെ കാണിച്ചു കൊടുത്തു. അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനെ ചേർത്ത് പിടിച്ചൊരു ചുംബനം കൊടുത്തു. അത് അയാളുടെ അവകാശമാണ്. അയാളെ വേദനിപ്പിക്കാൻ പാടില്ല എന്നത് അയാളുടെ അവകാശമാണ്. അപ്പോൾ ഈ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകുക, ചില കാര്യങ്ങളിൽ ഭയമുണ്ടാകുക, ചില കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകുക എന്നത് മതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ നമ്മൾ നേരം വെളുത്ത് എഴുന്നേറ്റത് മുതൽ സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തിയത് മുതൽ, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോ സുബഹിയുടെ സമയം തന്നെ കാണാത്തവർ സമൂഹത്തിൽ ഉണ്ടാകും. നമ്മളിൽ ഉണ്ടാവുന്നല്ല, സമൂഹത്തിൽ ഉണ്ടാകും. അത് അവർക്കൊരു പ്രശ്നമായിട്ടേ തോന്നുന്നില്ല. അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. സുബഹിക്കൊക്കെ പള്ളിയിലേക്ക് ഒരു സ്വപ്പ ആളുകൾ എന്നും വരേണ്ട ആളുകൾ ഉണ്ട് ഈ ലോകത്ത് നിന്നാണ്. അല്ല, എല്ലാവരും വരേണ്ടവരാണ്. അവർ ശ്രദ്ധ ഉള്ളതുകൊണ്ട് വരുന്നതാണ്. അപ്പൊ നമ്മള് കുറച്ചൊരു ശ്രദ്ധ, നമുക്ക് അല്ലാഹു ഈ ഐഹിക ലോകത്തിൽ ഒരുപാട് നിഅമത്തുകൾ നൽകിയ ആളുകളാണ് നമ്മൾ. ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ആളുകളാണ് നമ്മൾ. ചെറിയ ഒരു ശ്രദ്ധ ജീവിതത്തിൽ ഉണ്ടാകുക എന്നത് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ശ്രദ്ധയുണ്ടായാൽ അല്ലാഹു വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. നിർഭയത്വത്തോടുകൂടി അവിടെ കഴിഞ്ഞുകൂടാൻ കഴിയും എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.